ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അടിപൊളി വീടാണ്. അപ്പോൾ ഇതാ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ നമ്മൾ നേരെ കാണുന്നതാണ് കിച്ചണ്. ഇവിടെ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലുമാണ്. ഈ ഒരു ടൈപ്പിലാണ് ഗ്ലാസ് നൽകിയിട്ടുള്ളത്. വിറകടുപ്പോട് കൂടി ചെയ്തിട്ടുള്ള അടിപൊളി മോഡുലാർ കിച്ചണാണ്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വണ്ടർ കട്നി മാർബിളാണ്. 300-550 ഇതിൻ്റെ ടോട്ടൽ സൈസ് വരുന്നത്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഷോ കിച്ചണായിട്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ പാർട്ടീഷനോട് കൂടിയാണ് വർക്കിംഗ് കിച്ചണും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം നോക്കാം. ഇവിടെ കൗണ്ടറിൻ്റെ മുകളിലായിട്ട് വരുന്ന വാളിൽ മൊറോക്കൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ വരുന്നത് ഫുൾ ബോഡി ടൈലാണ്. ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് റിബൺ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ കബോർഡും കിച്ചൺ മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. കബോർഡിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഗ്ലാസിൻ്റെ ഡോറാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കബോർഡിന് താഴെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് വരുന്ന 3 ഡ്രോവറുകളാണ്. ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് കട്ട്ലറി ബോക്സ് ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഇതിന് തട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നോക്കാം. 4 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് മൾട്ടിവുഡിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടേബിളിന് താഴെയായിട്ടും ലൈറ്റ് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ടേബിളിൻ്റെ സൈഡിലോട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ക്രോക്കറി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് കടന്നു കഴിഞ്ഞാലാണ് ഇവിടെ വർക്കിംഗ് ഏരിയ വരുന്നത്. കിച്ചണിലാണ് CCTV കണക്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക് ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഓയിലൊക്കെ വെക്കാൻ ഒരു ഓപ്പൺ ഷെൽഫും ചെയ്തിട്ടുണ്ട്. വിറകടുപ്പ് വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അത് നമുക്ക് പിന്നീട് കാണാം. ഇവിടേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റോർ റൂമിന് പകരം ഈ ഒരു രീതിയിൽ ടോൾ യൂണിറ്റ് ചെയ്തതാണ്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോർ റൂമിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന റാക്ക് വാർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതാദ്യം ഒരു സ്റ്റോർ വാളായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. താഴെ നമുക്ക് വലിയ ബാസ്ക്കറ്റുകളൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് സിങ്കിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്റ്റീലിൻ്റെ വിറകടുപ്പാണ് ചെയ്തിട്ടുള്ളത്. അടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട്. ഈ ഭാഗത്തും ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട്. സിങ്ക് കൊടുത്ത ഭാഗത്തും അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് കേട്ടോ.
ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം മൊത്തം വിൻഡോസാണ് ചെയ്തിട്ടുള്ളത്. സിങ്കിന് മുകളിലായിട്ട് പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ. ഇവിടെയും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു വർക്കിംഗ് സ്പേസ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇറങ്ങുന്നതിന് 2 സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വിറക് പുരയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജിഐയിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലാഡറും അതിൻ്റെ കൂടെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസാണ്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വാഷ് മെഷീൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ചൂലും മോഫൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോൾഡറാണ്. ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. വലിയ പാത്രങ്ങളൊക്കെ പുറത്ത് വെച്ച് കഴുകാൻ സൗകര്യപ്രദമായിട്ടാണ് ഈ ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സാധാ ക്ലോസറ്റൊക്കെ വെച്ചിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് അതുപോലെ ഒരു അലക്ക് കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാത്റൂം ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ. ഇവിടെ റൂഫിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ സേഫ്റ്റി ആയിട്ടുള്ളൊരു പ്ലേസാണിത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഫ്രണ്ടിലേക്കൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ കിച്ചൻ്റെ വിശേഷം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.